കർത്താവിൻ്റെ മഹത്വം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവമക്കളോടൊരുമിച്ച് എവിടെയായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ എന്നെ പരിചയപ്പെടുത്തി. ഇനി ആ നിലയിൽ ഞാൻ പരിചയപ്പെടുത്താനുള്ള അവസരം എടുക്കുന്നില്ല. 88 മുതൽ 93 വരെ ഡൽഹിയിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് അവസരങ്ങൾ നൽകി. അവിടെ വെച്ചാണ് ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടായി. കർത്താവിൻ്റെ വേലയ്ക്കായി ഞാൻ സമർപ്പിക്കപ്പെടുന്നതും 96 എൻ്റെ ജീവിതത്തിലെ ആഗ്രഹമായിരുന്നു വിശ്വാസികളാരും പെന്തക്കോസ്തുകാരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി പ്രവർത്തിക്കണം എന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ കൊല്ലം ത്തിനടുത്ത് കടവൂരെന്ന് പറയുന്ന ഒരു സ്ഥലം, ഒരു പെന്തക്കോസ് ചർച്ച് പോലും ആ സ്ഥലത്തുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരുമില്ലായിരുന്നു. ആ സ്ഥലത്ത് പോയി പ്രവർത്തിച്ചു. സ്തോത്രം. കർത്താവ് 23 വർഷത്തോളം ആ ദേശത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യാനിടയാക്കി. അവിടെ സഭയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കർത്താവ് ഉപയോഗിച്ചു. നല്ലൊരു കൂട്ടത്തെ ആ ദേശത്ത് നിന്ന് ഹിന്ദുക്കളിൽ നിന്നും ലത്തീൻ കത്തോലിക്കരിൽ നിന്നും കർത്താവ് എഴുന്നേൽപ്പിച്ചു. വളരെ വെല്ലുവിളികളും ഉപദ്രവങ്ങളും പ്രശ്നങ്ങളൊക്കെ ആ ദേശത്തിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നെങ്കിലും ദൈവം ഞങ്ങളുടെ പ്രാണനെ ശത്രു തൊടാതെ കരുതി. അതിനുശേഷമായിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയത് ദോഹ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലാണ്. ഖത്തറിലെ ആദ്യത്തെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലേക്ക് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ഉണ്ടായി. 3 വർഷത്തേക്ക് പോയെങ്കിലും അവർ സഭ പ്രത്യേകം ആവശ്യപ്പെട്ടതനുസരിച്ച് 5.5 വർഷം ആ ദേശത്ത് ആ സഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ കർത്താവ് അവസരങ്ങൾ നൽകി. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾക്ക് പെരുമ്പാവൂർ ടൗണിലേക്ക് ട്രാൻസ്ഫറായി. ടൗൺ ചർച്ച് എന്ന് പറയുമ്പോൾ വലിയൊരു ചർച്ച് എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരും. ഗൾഫിലൊക്കെ പോയിട്ടുള്ളവർക്ക് സാധാരണ ചെറിയ ചർച്ചിലേക്കാണ് ട്രാൻസ്ഫർ കൊടുക്കാറുള്ളത്. സ്തോത്രം. അവിടെ ചർച്ചിൻ്റെ ആരാധനയ്ക്ക് വേണ്ടി ഒരു സ്ഥലമൊക്കെ വാങ്ങി അവർ ഞാൻ വരുന്നതിന് മുൻപ് പണിയൊക്കെ തുടങ്ങിയെങ്കിലും ആ ദേശത്തിലെ നിവാസികൾ എതിരായി തീർന്നു. കേസും കോടതി വ്യവഹാരങ്ങളൊക്കെ നടന്നു. അവസാനം RD ഓഫീസിൽ എഴുതി വയ്പ്പിച്ചു, ഇവിടെ ആരാധന നടത്തില്ല എന്ന് സഭയുടെ പാസ്റ്ററേയും സെക്രട്ടറിയും കൊണ്ടൊക്കെ എഴുതി വയ്പ്പിച്ചു. അതുകൊണ്ട് അവിടെ ആരാധന നടത്താൻ കഴിയാതെ അത് പാഴ്സനേജായിട്ട് മാറ്റി. അപ്പോൾ ആരാധനയുടെ ഒരു ആവശ്യം ഇപ്പോൾ മുൻപിൽ വന്നതുകൊണ്ട് ഏതാണ്ട് 10-30,000 രൂപ മാസം കൊടുത്താണ് ആ ചെറിയ സഭ ഹയർ ചെയ്ത ആരാധന സ്ഥലം വാടകയ്ക്കെടുത്താണ് ആരാധന നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്കുള്ളത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം ഞങ്ങളെ അനുഗ്രഹത്തോടെ നടത്തുന്നു. പ്രിൻസി ഷാരോൺ ചർച്ചിലെ ഒരു മെമ്പർ കൂടെയാണ്. ആയൂർ ഷാരോണിലെ മെമ്പറാണ് ഞാൻ. വാളകം കൊട്ടാരക്കരയ്ക്കത്തേക്ക് വാളകം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ഒരു അംഗമാണ്. പെരുമ്പാവൂർ ആയിരിക്കുന്നു. ദൈവം നമ്മെ നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായും സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ, കുടുംബത്തെ, അദ്ദേഹത്തിൻ്റെ പിതാവിനെ പരിചയപ്പെടാനിടയായി. മറ്റ് പല സഹോദരങ്ങൾ, ഷാജി ബ്രദർ പല സഹോദരങ്ങളെ പരിചയപ്പെടാനിടയായി. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇവിടേക്കൊരു എൻ്റെ കൂടെ ഒരു കുടുംബം ഇവിടെ വരുമെന്ന് പറഞ്ഞിരുന്നു. ആശിത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബമായിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പരിമിതമായ സമയമാണ് നമ്മുടെ മുൻപിലുള്ളത്. എനിക്ക് ഞാൻ ചെയ്തു വരുന്ന ഒരു കാര്യം, പ്രസംഗിക്കുന്ന വചനത്തിൻ്റെ ശക്തി, അതിൻ്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണം. കർത്താവ് സൗഖ്യമാക്കുന്നവനാണെന്ന് പ്രസംഗിച്ചാൽ അത് ജീവിതത്തിൽ അനുഭവമാകണം. കർത്താവിൻ്റെ വചനം എന്ത് പറയുന്നു അത് ജീവിതത്തിൽ നിവൃത്തിയാകണം. പക്ഷേ അമേരിക്കയുടെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് വചന ശുശ്രൂഷയ്ക്ക് വളരെ പരിമിതമായ സമയമാണ്. ഞാൻ ഈ വിദേശത്ത് സഭയുടെ ശുശ്രൂഷകനായിരുന്നുകൊണ്ട് വിസിറ്റിംഗ് പാസ്റ്റേഴ്സിനെയൊക്കെ ഈ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സമയം മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ പാസ്റ്റർമാരുടെ വളരെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. എനിവേ, ദൈവം ഇങ്ങനെ ഒരു അവസരം നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്ത് ചിന്തയ്ക്ക് വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. മതി വചനങ്ങളെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഐ ഹാവ് മാനിഫെസ്റ്റഡ് ദൈ നെയിം. സ്തോത്രം. കർത്താവ് പിതാവാം ദൈവത്തിൻ്റെ നാമം തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. 17-ാം അധ്യായം നമുക്കറിയാം, കർത്താവിൻ്റെ അതിശക്തമായ ഒരു ഇൻ്റർസെസറി പ്രെയറാണ്. സ്തോത്രം.
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകൾ മറ്റ് പലയിടങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ ചുരുക്കമായ വാക്കുകളാണ്. പക്ഷേ ആ ചുരുക്കമായ വാക്കുകളിൽ അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ മഹത്വമുണ്ടായി. യേശുവിൻ്റെ വളരെ ദീർഘമായ പ്രാർത്ഥന. യേശു വളരെ പ്രാർത്ഥിക്കുന്നയാളായിരുന്നു. ശിഷ്യന്മാരെയൊക്കെ വിശ്രമത്തിന് വിട്ട ശേഷം പ്രാർത്ഥനയ്ക്കായി മലയിലേക്ക് മാറിപ്പോയി യേശു പ്രാർത്ഥിച്ചു. നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയാം. പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ശൂന്യതകൾ മാറും. സഭയുടെ സ്ഥിതികൾക്ക് മാറ്റം വരും. ഒരൊറ്റ കാര്യമുള്ളൂ, പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന, ശക്തമായി പ്രാർത്ഥന. 7000-25,000 പേരൊക്കെയുള്ള ചർച്ചിൻ്റെ പാസ്റ്റർമാരെ പലപ്പോഴും കോൺഫറൻസുകളിലും പല മീറ്റിങ്ങുകളൊക്കെ പരിചയപ്പെടുമ്പോൾ സഭയുടെ വളർച്ചയുടെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അവരെല്ലാം പറയുന്നൊരു കാര്യം പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. കർത്താവിടെ പറയുകയാണ്, അങ്ങയുടെ നാമം ഞാൻ ഇവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ബൈബിൾ കാലയളവിൽ ഒരാളിൻ്റെ വ്യക്തിത്വം, സ്വഭാവം, മഹത്വം, പ്രവൃത്തി, ശക്തി ഇതുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെടുത്തിയാണ് പേരുകൾ എഴുതാറുള്ളത് അല്ലെങ്കിൽ ഇടാറുള്ളത്. ദൈവവചനത്തിൽ ധാരാളം അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പേരും വ്യക്തിയും തമ്മിൽ തുല്യമായി കണക്കാക്കപ്പെട്ടിരുന്നു. സ്തോത്രം. ആ പേരിൽ തന്നെ നമുക്കറിയാം, അധികാരമുള്ള ഒരാളിൻ്റെ, അധികാരസ്ഥനായ ഒരാളിൻ്റെ പേര് ഉപയോഗിക്കുമ്പോൾ ആ വ്യക്തി പേരെഴുതി സൈൻ ചെയ്ത ഒരു കത്ത് കൊണ്ട് കൊടുത്താൽ മതി. ആ ആൾ അവിടെ ചെല്ലുന്നത് പോലെ അതിൻ്റെ പ്രാധാന്യം ആ കത്തിനുണ്ട്. അപ്പോൾ ആ അധികാരത്തിലിരിക്കുന്ന ആളിൻ്റെ പേര് ആധികാരികമായി അവിടെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കർത്താവ് പറയുകയാണ്, എൻ്റെ പേര്, അങ്ങയുടെ നാമം ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഒത്തിരി വിശദീകരണങ്ങളിലേക്ക് പോകാൻ എൻ്റെ മുൻപിൽ സമയമില്ല. കർത്താവിൻ്റെ നാമം ഉപയോഗിക്കാൻ പോലും എഴുതാൻ, റബ്ബിമാരൊക്കെ എഴുതാൻ പോലും വളരെ എഴുന്നേറ്റ് നിന്ന് ഭയത്തോടെ, പ്രാർത്ഥനയോടെ അവർ കുളിച്ച് വൃത്തിയായി പുതിയ തൂലികകൾ കൊണ്ട് ഒക്കെ മഷിയിൽ മുക്കി ഒക്കെയാണ് അവർ ആ പേര് എഴുതിയിരുന്നത്. സ്തോത്രം. അത്ര ദൈവത്തിൻ്റെ പേരിനെ അവർ ഭയപ്പെട്ടിരുന്നു. ഈ പേരിനെ പ്രധാനമായും 4 കാര്യങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് ഈ നാമം ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 1 രക്ഷയോട് ബന്ധപ്പെട്ട്, 2 പ്രാർത്ഥന, 3 ആരാധന, 4 വിജയം. ഈ 4 കാര്യങ്ങളോട് ബന്ധപ്പെട്ടാണ് കർത്താവിൻ്റെ നാമം നമുക്ക് നൽകിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ യഹോവയായി വെളിപ്പെട്ട ആ നാമം കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിച്ചത് കർത്താവായ യേശുവിലാണ്. ആ യേശുക്രിസ്തു വ്യത്യസ്തമായ അളവിൽ പഴയ നിയമത്തിൽ വെളിപ്പെട്ട ആ യഹോവയുടെ നാമം അത് സമ്പൂർണ്ണമായി കർത്താവിൽ വെളിപ്പെട്ടിരിക്കുന്നു. നമുക്ക് നൽകിയിരിക്കുന്ന ആ നാമം, നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന നാമം യേശുവിൻ്റെ നാമം. അതിലൊരു കാര്യം മാത്രം ഞാൻ ഓർപ്പിക്കുന്നു, പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് നാം ഉപയോഗിക്കേണ്ട നാമമാണത്. സ്തോത്രം. കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, സങ്കീർത്തനം 9:10 പറയുന്നു, ദോസ് ഹു നോ യുവർ നെയിം ട്രസ്റ്റ് ഇൻ യു. ദൈവത്തിൻ്റെ നാമത്തെ അറിയുന്നവർ അവനിൽ ആശ്രയിക്കും. അപ്പോൾ പ്രാർത്ഥന, ഒരു ശക്തമായൊരു പ്രാർത്ഥനയുടെ തലത്തിലേക്ക് മാറാൻ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യം, വി ഹാവ് ടു നോ ഹിം, ഹൂ ഈസ് അവർ ജീസസ്. യേശുവിൻ്റെ നാമം എന്താണെന്നും യേശു ആരാണെന്നും അറിയുന്നവർക്കേ അവൻ്റെ നാമം ഉപയോഗിക്കാൻ കഴിയൂ. നമ്മളൊക്കെ പലപ്പോഴും, എന്നെ ഉൾപ്പെടുത്തി ഞാൻ പറയുകയാണ്, യേശുവിനെ നമ്മുടെ അറിവുകളിൽ നാം വായിച്ചറിഞ്ഞും പ്രസംഗിച്ചറിഞ്ഞും ഒക്കെയുള്ള ഒത്തിരി അറിവുകൾ യേശുവിനെക്കുറിച്ച് നമുക്കുണ്ട്. പക്ഷേ കർത്താവിനെക്കുറിച്ച് പത്രോസിന് ലഭിച്ച ഒരു വെളിപ്പാടുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ആ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അവന് ക്രിസ്തു ആരാണെന്നുള്ള ബോധ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുവിനെക്കുറിച്ച് പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളോ അറിവുകളോ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് പകൽ ദൈവമക്കളെ, ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചോദിച്ചതെല്ലാം കിട്ടിയത് കൊണ്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ജീവിതത്തിൽ സാധിച്ചത് കൊണ്ടല്ല, നിങ്ങൾ വിചാരിച്ചതിന് വിപരീതമായി പലത് സംഭവിച്ചപ്പോഴും, പല വേദനയുടെ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴും, ഇന്നും നമ്മൾ ദൈവസന്നിധിയിൽ വന്നതിൻ്റെ കാരണമെന്തെന്ന് ചോദിച്ചാൽ അവിടുത്തെ നാമത്തെ നമുക്കറിയാമെന്നുള്ളത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ നാമത്തെ നാം അറിയുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ഈ നാമത്തിലൂടെയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നു, എൻ്റെ നാമം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു.
യോഹന്നാൻ 14:13-14 പറയുന്നത്, എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ പിതാവ് പുത്രൻ മഹത്വപ്പെടാൻ നിങ്ങൾക്ക് നൽകും. അപ്പം നമുക്ക് നൽകിയിരിക്കുന്ന പ്രാർത്ഥനയ്ക്കായി നൽകിയിരിക്കുന്ന ഒരു നാമമാണ്. 14 വാക്യം പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുക. നമുക്ക് തന്നിരിക്കുന്ന കർത്താവിൻ്റെ നാമം. യോഹന്നാൻ 16:23-24, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പിൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും. ദൈവത്തിൻ്റെ വലിയ പ്രോമിസാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും എന്നുള്ള ഉറപ്പ് കർത്താവ് നൽകുന്നു. പക്ഷേ അതിനായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് അവിടുത്തെ നാമം, ഏകനാമം, സകല നാമത്തിനും മേലായ നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ആ നാമം. ആ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ തന്നെ വ്യത്യസ്തമായ ഒരു തലമാണ്. ഒന്ന്, ദൈവത്തിൻ്റെ അധികാരം വെളിപ്പെടുത്തുന്നത് നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക് തരണേ തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അത് ഏറ്റവും പ്രാർത്ഥനയുടെ വളരെ ലോ ലെവലാണ്. പക്ഷേ ആത്മീക അധികാരത്തോടെ യേശുവിൻ്റെ നാമത്തിൽ ദേശത്തോട് കൽപ്പിക്കുന്നത്, ദേശത്തെ ഭരിക്കുന്ന പോരുകളോട് കൽപ്പിക്കുന്നത്, നിൻ്റെ നന്മകളെ, നിൻ്റെ വാഗ്ദത്തങ്ങളെ, നിൻ്റെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്ന, നിൻ്റെ തലമുറകളുടെ മേൽ ലക്ഷ്യം വയ്ക്കുന്ന ഇരുളിൻ്റെ അധികാരങ്ങളോട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനാ മുറിയിൽ നീ കൽപ്പിച്ചാൽ ചിലത് നിൻ്റെ ജീവിതത്തിൽ നിവർത്തിയാകുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ നമുക്ക് കഴിയും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കടവൂര് 1-2 സംഭവം ഞാൻ ചുരുക്കി അങ്ങ് പറയാം വേഗം. സ്തോത്രം. കടവൂര് കർത്താവിൻ്റെ വേല ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു RSSൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണ്ടയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ആസിഡ് ബാബു എന്നറിയും. കാരണം ആസിഡ് എറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ വികൃതിയായി. ആരെ BJP അല്ലെങ്കിൽ RSSകാർക്ക് ആരെയെങ്കിലും ഉപദ്രവിക്കണമെങ്കിൽ ഇവരെ വിടുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഇങ്ങനെ ഉപദ്രവിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരാളെ കൊന്നിട്ട് ജയിലിലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എന്നെ പിടികൂടി. കാരണം ഞാൻ സുവിശേഷം ഇങ്ങനെ അറിയിക്കുന്ന ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ പല പ്രാവശ്യം അദ്ദേഹം ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ആരാധനയ്ക്ക് വരുന്ന പലരെയും തടസ്സം ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ 2 വീലറാണെന്നുള്ളത് എൻ്റെ വണ്ടിയുടെ മുമ്പിൽ കുറുകെ ചാടും, എങ്ങനെങ്കിലും എന്നെ ഉപദ്രവിക്കാനൊരു അവസരം ഉണ്ടാക്കാൻ. കടകളിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടാൽ അങ്ങേയറ്റം തെറി എന്നെ വിളിക്കും. അത്തരത്തിലുള്ള ഒരു സാഹചര്യം. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വളരെ പ്രാർത്ഥിച്ചു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഒരു ദിവസം പ്രാർത്ഥന മുറിയിൽ വളരെ കൃത്യമായൊരു ദൈവശബ്ദം ഞാൻ കേട്ടു. അവർ വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി. അതിൻ്റെ അർത്ഥം ഞാൻ പലപ്പോഴും വായിച്ചു വിട്ടിട്ടുണ്ടെങ്കിലും ഞാൻ വളരെ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവാത്മാവ് എനിക്ക് നൽകിയ ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞു. അന്ന് ഞാൻ പുറത്തേക്ക് വളരെ ധൈര്യത്തോടെയാണ് ഇറങ്ങുന്നത്. ഹല്ലേലൂയ. പോകുമ്പോൾ ആ മനുഷ്യൻ എനിക്കെതിരെ വരുന്നു. എനിക്കറിയാം എന്നെ തെറി വിളിക്കും, എന്നെ വളരെ മോശമായി അദ്ദേഹം ഉറക്കെ സംസാരിക്കും ആളുകളുടെ മുമ്പിൽ. അന്നത്തെ കാലത്ത് 10-25 വർഷത്തിന് മുൻപ് ആ നല്ല ചെറുപ്പത്തിൽ ഞാൻ വളരെ ഇൻസൾട്ടായി പോകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ അധൈര്യപ്പെട്ടില്ല. വളരെ ദൂരെ വെച്ച് അദ്ദേഹത്തെ കണ്ടപ്പോഴേ തന്നെ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് വലിയ ശക്തിയും ഉറപ്പും ധൈര്യവും നൽകി. ഞാൻ ദൂരെ വെച്ച് തന്നെ ആ മനുഷ്യനോട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ ആധരത്തെ ഞാൻ ബന്ധിക്കുന്നു എന്ന്. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ മനുഷ്യൻ എനിക്കെതിരെ സംസാരിക്കാനോ എന്നെ തെറി വിളിക്കാനോ അദ്ദേഹം തയ്യാറായില്ല. ഒരിക്കൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു. എന്നോട് അദ്ദേഹം ചെയ്തതിനെല്ലാം ക്ഷമ പറഞ്ഞു, തിരിച്ചുപോയി. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നും അദ്ദേഹം ഹിന്ദുവായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എന്താണ് സംഭവിച്ചത്. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഹല്ലേലൂയ നാമമുണ്ടല്ലോ, അത് സകല നാമത്തിനും മേലായ നാമമാണ്. ഹല്ലേലൂയ, സ്തോത്രം. 1 വർഷത്തോളം എടുത്തു. മറ്റൊരു സംഭവം ഞാൻ പറയാം. 1 വർഷത്തോളം എടുത്തു ഞങ്ങളുടെ അവിടെ കടവൂര ചർച്ച് പണിയാനായിട്ട്. സ്തോത്രം. വളരെ എതിരുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ ആ ചർച്ചിൻ്റെ ഹോള് 2100 സ്ക്വയർ ഫീറ്റുള്ള വലിയ നീളവും വീതിയൊക്കെ ഉള്ളൊരു ചർച്ച് ഹോളാണ്. ആ സമയത്ത് ആളുകൾ കാണുമ്പോൾ പ്രശ്നമുണ്ടാവും, ഇത് ഹോളാണെന്ന് ആളുകൾക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് സ്തോത്രം, ദൈവം പ്രാർത്ഥന മുറിയിൽ നൽകിയൊരു കാര്യം, വിശ്വാസത്താൽ അവരുടെ ദേശത്തിൽ ഇത് കാണരുതാത്തവരുടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാനായിട്ട് ദൈവം പറഞ്ഞു. പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, കാരണം റോഡ് സൈഡിലായി ഇത്, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, കാണരുതാത്തവരാരും, ഇതിന് എതിരായി പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളവരെ ആരുടെയും കണ്ണ് കാണാൻ ദൈവം അനുവദിക്കരുതെന്ന്. ദൈവത്തിൻ്റെ മക്കളെ, 1 വർഷം അതിൻ്റെ പണി സ്മൂത്തായിട്ട് നന്നായിട്ട് നടന്നു. പക്ഷേ സംഭവിച്ചത്, അതിൻ്റെ ഡെഡിക്കേഷൻ കഴിഞ്ഞ പിറ്റേ ഞായറാഴ്ച 3500 വീടുകളുള്ള കടവൂര് കത്തോലിക്ക സഭയിൽ ഒരു കമ്മിറ്റിയിൽ ഭയങ്കര പ്രശ്നമുണ്ടായി. അതിലൊരാളെന്നോട് പറഞ്ഞു, നിങ്ങളുടെ ചർച്ച് നിമിത്തം ഭയങ്കര പ്രശ്നം ഇവിടെ ഉണ്ടായി.
ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം. അപ്പോൾ അച്ഛൻ അവരോട് പറഞ്ഞത്, 1 വർഷം കൊണ്ട് പെന്തക്കോസുകാർ പള്ളി പണിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണത് കാണാതെ പോയത്? സ്തോത്രം. എനിക്കൊരു കാര്യം അറിയാം. ഹല്ലേലൂയ. വിശ്വാസത്താൽ കർത്താവെ, കാണരുതാത്തവരുടെ കണ്ണിത് കാണാൻ പാടില്ലെന്ന് ഒരു പ്രാർത്ഥനാമുറിയിൽ പറഞ്ഞപ്പോൾ ഒരു ദേശത്തിൻ്റെ കണ്ണ് കുരുടാക്കിയ ദൈവം ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നമുക്ക് തന്നിരിക്കുന്ന നാമം അതിശക്തമായ നാമമാണ്. നിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അത് അധികാരത്തോട് ഉപയോഗിക്കാൻ, വിശ്വാസത്തോട് ഉപയോഗിക്കാൻ ഇന്ന് പകൽ നമുക്ക് ഏൽപ്പിക്കാം. ഒരു നിമിഷം കൂടെ കണ്ണുകളടയ്ക്കാം. ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ശുശ്രൂഷകന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദൈവം തന്നിരിക്കുന്ന ആത്മിക അധികാരം ഉപയോഗിക്കാൻ ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തികൾക്കായി വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമം ഉപയോഗിക്കപ്പെടുന്ന ദൈവപ്രവൃത്തിയുടെ നാടുകളായി തീരുവാൻ വലിയൊരു അഭിഷേകം ദൈവം നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കർത്താവിൻ്റെ ദാസന് നന്ദി പറയുന്നു.